ഹായ് ഹലോ മാംഗല്യം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്നലെ തന്നെ അവന്തികയുടെ സർവ്വ കള്ളത്തരങ്ങളും അവിടെ പൊളിഞ്ഞടുക്കിയിരിക്കുകയാണ്. കാരണം അവന്തിയുടെ കൂടെ കയ്യാളായിട്ട് നിന്ന ഒരു സ്റ്റാഫ് തന്നെ അവരുടെ വീട്ടിൽ വെച്ച് എല്ലാ സത്യവും പറയുന്നു. എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ മാഡത്തിൻ്റെ കൂടെ നിൽക്കേണ്ട വന്നതാണ്, അല്ലെങ്കിൽ മാഡം ഭയങ്കര ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അറിഞ്ഞു. അപ്പോൾ അവന്തിക പെട്ടിയും കൊണ്ട് കാശുമായിട്ട് ഭർത്താവ് കൊടുത്ത കാശുമായിട്ട് പോയിരിക്കുന്നത്, നന്ദൻ കൊടുത്ത കാശുമായിട്ട് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവന്തിക തിരിച്ച് വന്ന് കയറി. അവന്തികയെ വിളിച്ചിട്ട് ഫോൺ കിട്ടത്തില്ലായിരുന്നു. അവന്തിക ആ സമയം തന്നെ തിരിച്ച് വന്ന് കയറി. ഇന്ന് അവന്തികയ്ക്ക് നല്ലൊരു അടിയാണ് സേതുമാധവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഇന്ന് വരെ ഇഷ്ടപ്പെട്ട മരുമകളായിട്ട് ഭയങ്കര മാതൃകയൊക്കെ ആയിട്ട് ഇരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ കള്ളത്തരങ്ങൾ സമ്പൂർണ്ണമായിട്ട് പൊളിഞ്ഞു. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ദിവസം തന്നെയാണ് ഇന്ന് മാംഗല്യത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ കുടുംബശ്രീ ശാരദയ്ക്കകത്ത് അങ്ങനെ ആണെങ്കിൽ ഇന്ന് മാംഗല്യം അതേപോലെ തന്നെ നല്ല ഹിറ്റ് എപ്പിസോഡാണ് തന്നിരിക്കുന്നത്. അപ്പം സേതുമാധവൻ്റെ ഒരു അടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്ദൻ്റെ അടുത്ത് നന്ദനും ഫാമിലിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ അവന്തിക വന്നിട്ട് പറയുന്നു, ഞാൻ എല്ലാ പൈസയും കൊടുത്തു, പ്രത്യേകിച്ച് ആ ഓർഫനേജിൽ പോയി പൈസ കൊടുത്തപ്പോൾ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അത്രയും വലിയ അവരുടെ സ്നേഹവും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു അംശം ഞങ്ങൾ നിങ്ങൾക്കും തരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്നേഹം അത് തന്നെ ധാരാളം മതി, എൻ്റെ പ്രാർത്ഥന ഇനി അവരുമൊക്കെ എന്നും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക ഭയങ്കര ഡയലോഗ് അടിച്ചിടുക. ഇവിടെ എല്ലാവരും അവന്തിക കണ്ടപ്പോൾ ഒരു പുച്ഛ ഭാവമാണ് മനസ്സ് വെച്ചിട്ട്, എന്നാൽ ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഏട്ടത്തെയൊക്കെ ആയിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അവന്തിക കള്ളത്തരവ പറയുന്നതനുസരിച്ചിട്ടും അത് മിണ്ടാണ്ട് അവർ നിന്ന് കേൾക്കുവാണ്. ഇതൊന്നും മുഖത്ത് ഭാവം കാണിക്കാതെ നന്ദൻ കാണിക്കുന്ന എക്സ്പ്രഷനാണ് സൂപ്പർ. അതായത് നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊരു മുഖഭാവം കാണിച്ചുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുവാണ്. നന്ദനും എല്ലാവർക്കും ചിരിയും വരുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം എന്തായാലും ഇത്രയൊക്കെ മികച്ച അഭിനേത്രിയാണെന്നോ ഏട്ടത്തിന്ന് ആരും ഇതുവരെ കരുതിയില്ലല്ലോ. അവൻ പറയുന്നുണ്ട്. അപ്പം അവർ പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത്. അതുകൊണ്ട് എനിക്ക് അവരെയും കൂടെ എൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തും എന്നൊക്കെ പറയുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ നന്ദൻ ചോദിക്കുന്നു, നീ പൈസ ഒക്കെ സത്യത്തിൽ കൊടുത്തോ എന്ന് ചോദിക്കുന്നു. അയ്യോ, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്, എന്നെ സംശയിക്കുന്നത് മാത്രം എനിക്ക് തീരെ സഹിക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക വീണ്ടും ഡ്രാമ കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സച്ചി, അർച്ചന, ബാക്കി ആതിര ആവട്ടെ, സന്ദീപ് ആവട്ടെ, സേതുമാധവൻ്റെ ആവട്ടെ, എല്ലാവരും ദേഷ്യവും അവന്തികയുടെ ആ ഒരു ക്രൂക്കറ്റ്നെസ് ഉണ്ടല്ലോ അത് മനസ്സിലാക്കിയതിൻ്റെ ആ ഒരു ഭയങ്കര മോഹഭാവമായിരുന്നു എല്ലാവർക്കും. എല്ലാവരും ഈ ഇത്രയും മികച്ച രീതി ഏട്ടത്തി കള്ളത്തരം പറയുന്നല്ലോ എന്നാക്കി ഇതാക്കണം. അപ്പം ഇവിടാണ് സസ്പെൻസ് പൊട്ടുന്നത്. സസ്പെൻസ് പൊട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നന്ദൻ കൈ കൊടുത്തു വിട്ടൊരു പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി നമ്മൾ കണ്ടു. ആ പെട്ടി അവന്തിക്ക് കാറ് വരുമ്പം വേറെ കുറച്ച് ഗുണ്ടകൾ വന്ന് ആ പെട്ടി കട്ടുകൊണ്ട് പോയതായിട്ട് കാണിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ നന്ദൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഞാൻ ഈ പൈസ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതല്ലേ പറയുന്നത്. കാരണം നേരത്തെ അനൂപിൻ്റെ കയ്യിൽ നിന്ന് അടിച്ച് മാറ്റി ഒരു 40 lakhs കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പം അത് വെച്ചിട്ട് അവന്തിക്ക് അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒന്ന് പറയുമ്പോഴത്തേക്കും നന്ദൻ ചോദിക്കുന്നു, നീ എങ്ങനെ പൈസ ഒക്കെ കൊടുത്തു? കാരണം അവന്തിക്ക് ഞാൻ നിനക്ക് തന്ന വെറും കാലിപ്പെട്ടിയാണ്, കാലിപ്പെട്ടിക്കകത്ത് 40 ലക്ഷം രൂപ ഇല്ലായിരുന്നു. അപ്പം പിന്നെ നീ എങ്ങനെ ഈ 40 ലക്ഷം രൂപയൊക്കെ കൊടുത്തു എന്നാണ് നന്ദൻ അവന്തികയോട് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവന്തികയ്ക്ക് ഭയങ്കര ഷോക്കാവുന്നു. കാരണം കള്ളത്തരമൊക്കെ പൊളിഞ്ഞോ എന്നുള്ള രീതിയിലൊരു ഭയം. മാധവനാണെങ്കിൽ ഇതൊക്കെ നടക്കുമ്പം അവിടെ ഒരു ചേർന്നകത്ത് അങ്ങനെയും മിണ്ടാണ്ടങ്ങ് ഇരിക്കുവാണ്. ദേഷ്യത്തിൽ തന്നെ ഇരിക്കുവാണ്. ചുറ്റിനുള്ള വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ദേഷ്യത്തിൽ ഇരിക്കുവാണ്. നന്ദന് ഭയങ്കര സന്തോഷം. കാരണം ഇന്നത്തോടെ ഇവളെ ശല്യം പുറത്താക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിനകത്താണ് നന്ദൻ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആദ്യം സച്ചി ചോദിക്കുന്നു, എന്നാൽ ഏട്ടത്തി ഇങ്ങനെയൊക്കെ കാണിക്കുമോ, പണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാകുന്ന ഏട്ടത്തി ചോദിച്ചാൽ പോരായിരുന്നു. സച്ചി ഒരട്ടെ ഉടനെ അവന്തിക്ക്, സച്ചി മോനെ, കാരണം അവന്തിക്ക് ഇതുവരെ എന്താണ് കളിയെന്നൊന്നും മനസ്സിലായിട്ടില്ല. അടുത്തതാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും അർച്ചന ഒരറ്റം പറയുന്നു, ഞാനിങ്ങനെ കാശിനൊക്കെ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടേ ഉള്ളൂ, അങ്ങനത്തെ ഒരു വ്യക്തി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ അവന്തികയോട് അർച്ചനയും നന്നായിട്ട് ഡയലോഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഊഴം സന്ദീപൻ പറയുന്നുണ്ട്, എന്നാലും ഏട്ടത്തി ഒരു അമ്മയെ പോലെ ആയിരുന്നോ, ഏട്ടത്തി വെറും പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്നൊക്കെ സന്ദീപ് പറയുന്നു. സ്നേഹയുടെ അടുത്തതാണ് സ്നേഹയും ഇതുപോലെ എന്നാൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എന്ന് സ്നേഹയും പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പറയുമ്പോഴത്തേക്കും അവന്തി ഇങ്ങനെ കിളി പോയി നിൽക്കുകയാണ്. ഇതെന്തോ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് ഈ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതുവരെ എല്ലാ രൂപവും കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യത്തിനകത്താണല്ലോ എന്നുള്ള രീതിക്കത്. അപ്പോഴാണ് നന്ദൻ ചോദിക്കുന്നത്, നിനക്ക് കാര്യമൊന്നും മനസ്സിലായില്ലല്ലേ അവന്തികെ എന്ന് ചോദിക്കുന്നത്. ഇപ്പം മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആതിര അടുത്ത് പറയുന്നുണ്ട്, വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ടീനേനാണ് കൊണ്ടുവന്നത്. ടീനയെ കാണുമ്പോഴത്തേക്കും അവന്തിക്ക് ഭയങ്കര ഷോക്കടിച്ച് അങ്ങ് നിൽക്കുവാണ്. അവന്തിക്ക് സ്റ്റക്കായി നിൽക്കുമെന്ന് തന്നെ പറയാം. ഇനിയിപ്പം നന്ദൻ ചോദിക്കുന്നു, ഇനിയിപ്പം ആരും കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിനക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ എന്ന് പറയുന്നത്. അപ്പം ടോട്ടലി ഇവർ പറയുന്നുണ്ട്, നീ
പൈസ അടിച്ചു മാറ്റിയതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഓർഫനേജിലേക്ക് കൊടുക്കാനുള്ള പൈസയെക്കുറിച്ച് നീ അടിച്ചു മാറ്റിയത്, ചെന്നൈ ഓഫീസിൻ്റെ ബ്രാഞ്ച് ഇടാനുള്ള പൈസകൾ അടിച്ചു മാറ്റിയത്, ഇത് എല്ലാ രീതി ചെയ്ത കള്ളത്തരങ്ങളും എല്ലാം പൊളിയായിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അർച്ചനയാണ് അവന്തികടുത്ത് പറയുന്നത്. ഇത് കേട്ട് വീണ്ടും ഷോക്കിൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഷോക്ക് കൊടുക്കുന്നത് ആതിര പറയുന്നത്. ഞാനൊരു ജീവനെ വയറ്റിയിട്ടിട്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് ഇന്ന് എരിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിപ്പം ഇത് അനുഭവിക്കുന്നത് എന്നിട്ട് ആതിരയും പറയുന്നു. ഇതൊക്കെ കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് അവന്തിക. കാരണം കളി മൊത്തം പൊളിഞ്ഞെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും നന്ദേട്ട എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ തെറ്റുപറ്റി എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും പിന്നെ സേതുമാധവൻ്റെ അടുത്ത് പോയിട്ട് അച്ഛ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ഉള്ള പറഞ്ഞിട്ട് പറയുന്നു. ഉടനെ സേതുമാധവൻ ഒന്നും മിണ്ടാണ്ട് എണീറ്റ് ഒറ്റ അടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അവന്തിക അതിനേക്കാളും ഷോക്കിൻ്റെ മേളിൽ ഷോക്കിനകത്ത് അവന്തിക നിൽക്കുകയാണ്. കാരണം അവന്തിക ഒരിക്കലും പ്രതീക്ഷയില്ല സേതുമാധവൻ അവന്തിക അടിക്കും എന്നുള്ള രീതിയിൽ. ഞാൻ നിൻ്റെ പല കാര്യങ്ങളും കണ്ടിട്ടും വേണ്ട എന്ന് വെച്ചിട്ട് നിന്നോട് പലവട്ടം നീ ഇതേ മുഖഭാവത്തിൽ നിൽക്കുമ്പോൾ നിന്നോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് കാശ് പോയതിൻ്റെ പത്തല്ല, കാശ് പോകും വരും. പക്ഷേ എന്നിരുന്നാൽ നീ അനാഥ ആയതുകൊണ്ട് അനാഥ കുട്ടികൾ വിഷമമൊക്കെ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് കള്ളത്തരം പറയുന്ന നീ അവരുടെ പൈസയ്ക്കകത്ത് തന്നെ കൈയിട്ട് വാരി തിന്നെന്ന് പറയുമ്പോഴത്തേക്കും നിന്നെ എന്താണ് ഇതാക്കുന്നതെന്നുള്ള രീതിക്കകത്ത് സേതുമാധവൻ ചോദിക്കുന്നു. അതായത് വേലി തന്നെ വെള്ള തിന്നുവാന്നുണ്ടെങ്കിൽ ആ വേലി ഞാൻ പൊളിച്ചു കളയും എന്ന രീതിയിൽ സേതുമാധവൻ വീണ്ടും ഇന്ന് പഞ്ച് ഡയലോഗ് അടിച്ച് അവന്തിക്ക് തണ്ടടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അച്ഛാ എന്നോട് ഈ വട്ടം ക്ഷമിക്കണം, നന്ദേട്ടൻ്റെ താലി കഴുത്തിട്ടിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്, എനിക്ക് നന്ദേട്ടൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദൻ അന്നെങ്കിൽ ഷോക്ക് അടിച്ചിരിക്കുക. ഇവളെന്തോ വീണ്ടും ഡ്രാമ നിർത്താറായില്ലയോ എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സേതുമാധവൻ പറയുന്നത്, അല്ല എനിക്ക് പറ്റത്തില്ല, കാരണം ഇത്രയും കള്ളത്തരം നീ കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം നീ മൂത്ത ചേട്ടത്തിയാണ്, അതായത് ഇവരുടെ അമ്മയുടെ സ്ഥാനമാണ്. എന്നിട്ട് ഇങ്ങനെ നീ കാണിച്ചത് വളരെ തെറ്റാണ്, എനിക്കിതിന് ക്ഷമിക്കാൻ ഒരിക്കലും പറ്റത്തില്ല എന്ന് പറയുന്നു. പിന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ല, നിൻ്റെ ഭർത്താവാണ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പം നന്ദൻ്റെ അടുത്ത് പറയും അച്ഛൻ എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, അച്ഛൻ തന്നെ തീരുമാനം എടുക്കാൻ പറയുന്നു. അപ്പം നീ എൻ്റെ സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് നീ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. പക്ഷേ നിനക്ക് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിലോ എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം, പക്ഷേ ഇനി ഈ വീട്ടിൽ നിനക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പം അവന്തികയുടെ കളി മൊത്തം ക്ലോസ് ആയതിൻ്റെ സന്തോഷത്തിനകത്ത് എല്ലാവരും നിൽക്കുമ്പം അവന്തിക അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോകുന്നു, പാക്ക് ചെയ്യാനൊക്കെ ഉള്ള രീതിക്കകത്ത് പോവുകയാണ്. ആ പോകുമ്പോഴത്തേക്ക് ആ റൂമിൻ്റെ വാതിലിൽ തന്നെ അവന്തിക അങ്ങ് തല ചുറ്റി വീടുവാണ്. പക്ഷേ സേതുമാധവനാവട്ടെ മറ്റുള്ള വീട്ടിലെ കുടുംബാംഗങ്ങളാവട്ടെ ആരുമേ അവന്തികയുടെ അടുത്ത് പോലും പോയിട്ടില്ല. എന്തിനാ അവന്തികയുടെ അനിയത്തി പോലും പോയി അവന്തിക എടുക്കാനായിട്ട് കാണിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഫീമെയിൽ ഡോക്ടർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ നോക്കിയിട്ട് പറയുന്നത്, അവർ സന്തോഷത്തോടെ പുറത്തിറങ്ങിയെന്ന് പറയാം അവന്തിക പ്രഗ്നൻ്റ് ആണ്, എന്നാലും വീണതിലൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും നന്ദന് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. കാരണം അയ്യോ ഈ പാര വീണ്ടും തലേന്ന് പോകുന്നില്ലല്ലോ എന്നുള്ള രീതിക്കകത്തുള്ള ചിന്തയ്ക്കകത്തിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഷോക്കായി നിൽക്കുന്നു. അപ്പം സച്ചി ചോദിക്കുന്നു, അച്ഛാ ഈ അവസ്ഥയ്ക്കകത്ത് ഏട്ടത്തെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റും എന്ന രീതിയിൽ സച്ചി സേതുമാധവൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ഈ ചാൻസാണ് മുതലെന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ സിസ്റ്റർ എന്ത് ചെയ്യുവാണ്, അതിനെ വെച്ച് ഡ്രാമ കളിക്കുക. എന്തായാലും നിങ്ങളെല്ലാവരും തീരുമാനം എടുത്തില്ലേ, ഞങ്ങളിറങ്ങും. അവന്തിക ഒരു ട്രോളി ബാഗും തൂക്കിക്കൊണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം അവന്തികയുടെ കൂടെ ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ അവന്തികയുടെ സിസ്റ്ററും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇനി ഞങ്ങളെ കാല് പിടിച്ച് നിർത്തിയാലേ ഇവിടെ നിൽക്കും. അപ്പോൾ ആ ഭാവത്തിനകത്താണ് രണ്ടുപേരും നിൽക്കുന്നത്. കാരണം അതൊരു അവസരം അവർക്ക് കിട്ടിയത് മുതലാക്കാൻ വേണ്ടി അവർ നിൽക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ആവുന്നത്. അവന്തിക പറയുന്നു, എനിക്കിങ്ങനെ കള്ളിയായിട്ട് ഇറങ്ങി പോകാൻ ഇഷ്ടമില്ല, ഇവിടുന്ന് ഇങ്ങനെ കള്ളിയായിട്ട് ഇറങ്ങി പോകേണ്ടി വരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന്തിക പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്.